ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഹോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് എൻ്റെ ചെണ്ടുമല്ലി ചെടികളെ കുറിച്ചുള്ള ചില വിശേഷങ്ങളും അതിൻ്റെ വളർച്ചയും പരിപാലനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ചെണ്ടുമല്ലി ഇത്ര നേരത്തെ പൂത്തോ, ഓണാകുമ്പോഴത്തേനും പിന്നെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. ഇത് എൻ്റെ ഈ വർഷത്തെ അല്ല, എൻ്റെ ഫസ്റ്റ് ചെണ്ടുമല്ലിത്തോട്ടമാണ്. അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ നട്ട ചെണ്ടുമല്ലിയാണ്. ഈ വർഷം ഞാൻ നട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ നമുക്ക് ഈ വാർപ്പിന്റെ മുകളിൽ അധികം ഇങ്ങനെ ചെയ്യുമ്പം വാർപ്പിന് എന്തെങ്കിലും കേടായെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഈ വർഷം ഞാൻ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ചെയ്ത വളത്തിനെ പറ്റി പറയാം. മെയിനായിട്ട് ഞാൻ ചെയ്തൊരു വളം എന്ന് പറയുന്നത് പച്ചക്കറി വേസ്റ്റ് ആണ്. പച്ചക്കറി വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ അടുക്കളയിൽ സാധാരണ പച്ചക്കറി ഉപയോഗിക്കുമ്പം അതിൻ്റെ വേസ്റ്റെല്ലാം നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടലല്ലേ സാധാരണ ചെയ്യല്. ആ തട്ടിക്കളയുന്നതിന് പകരം നമ്മളൊരു വേസ്റ്റ് ബക്കറ്റ് ഉണ്ടെങ്കിൽ ബക്കറ്റിനകത്തിട്ട് വെക്കുക. അതിലേക്ക് ഇത് ഒരുപാട് ഈ പച്ചക്കറി മാത്രം ചെയ്യുമ്പോൾ അതിൽ പുഴുക്കൾ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ വരും. അത് വരാതിരിക്കാൻ കുറേശ്ശെ മണ്ണിട്ടിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. പച്ചക്കറി വേസ്റ്റ്, ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ വേവിച്ച് എടുത്ത വേസ്റ്റ് അല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി പിന്നെ അരിഞ്ഞതിന്റെ തൊലി അങ്ങനെയുള്ള അതിന്റെ കുരുക്കൾ അങ്ങനെയൊക്കെ നമ്മൾ കളയാറുണ്ടല്ലോ. അങ്ങനെയുള്ള സാധനങ്ങൾ ബക്കറ്റിലിട്ട് വെക്കുക. ഈ ബക്കറ്റിന്റെ അടിയിൽ ഒരു ചെറിയ ദ്വാരവും ഇടണം. അതിന്റെ അടിയിൽ ഒരു നല്ലൊരു പാത്രവും വെക്കണം. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പച്ചക്കറികൾ വേസ്റ്റിന്റെ അതിന്റെ നീര് ഊറി വന്ന് ഈ അടിയിലെ പാത്രത്തിൽ നിൽക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പം ഈ ബക്കറ്റ് നിറയുമ്പോൾ ഏകദേശം ഈ പച്ചക്കറിയിലെ നീര് മൊത്തം ഊറി വന്ന് ഈ അടിയിലെ പാത്രത്തിൽ ആയിട്ടുണ്ടാവും. ആ നീര് നമ്മൾ എന്ത് ചെയ്യണം? ആ നീര് നമ്മൾ എടുത്തിട്ട് നേർപ്പിച്ച് ചെടികൾക്ക് തളിച്ചു കൊടുക്കണം. പരമാവധി കടുപ്പം കുറച്ചിട്ട് വേണം തളിച്ചു കൊടുക്കാൻ. അത് പരമാവധി ശ്രദ്ധിക്കുക. അത് നമ്മുടെ ചെടികൾക്ക് വളർച്ചയ്ക്ക് നല്ല ഗുണപ്രദമാകുന്ന ഒരു വളമാണ്. ഞാൻ പച്ചക്കറി നടുന്ന സമയത്താണെങ്കിലും അതുപോലെ ചെണ്ടുമല്ലി നടുന്ന സമയത്താണെങ്കിലും ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്ന ഒരു വളമാണത്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആട്ടുംകാട്ടം, അതുപോലെ അല്ലെങ്കിൽ ചാണകപ്പൊടി, അതുമല്ലെങ്കിൽ പിന്നെ കോഴിവളം അങ്ങനെ ഉണ്ടെങ്കിൽ അതും എല്ലാം ചേർക്കാവുന്നതാണ്. അതല്ല അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേപ്പും പിണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപൊടിയും ചേർക്കാറുണ്ട്. അതൊക്കെ ചെടിക്ക് നല്ല ആരോഗ്യം കിട്ടുന്ന കാര്യമാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടി നട്ടിട്ടാകുമ്പം ഒരു 2 ആഴ്ചയൊക്കെ വളർച്ചയാവുമ്പം അതിൻ്റെ മണ്ടഭാഗം പൊട്ടിച്ച് നടണം. ആ മണ്ടഭാഗം പൊട്ടിച്ച്, അതായത് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചെണ്ടുമല്ലിയുടെ ഒരു വീഡിയോയിൽ ഞാൻ വീഡിയോ സഹിതം കാണിച്ചിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ആ വീഡിയോയിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. 2-3 വീഡിയോ ഞാൻ ചെണ്ടുമല്ലിയെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. അത് നടുന്ന സമയത്തും അതിന് നട്ട വളങ്ങളെ പറ്റിയും പൂക്കളാകുന്ന സമയത്തൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ മണ്ട പൊട്ടിച്ച് നടുന്നത്, അത് നമ്മളിപ്പോൾ 100 തയ്യാ മേടിക്കുന്നെങ്കിൽ നമുക്കത് 200 തയ്യാക്കി മാറ്റാൻ പറ്റും. ഈ മണ്ട പൊട്ടിച്ച് നട്ടാൽ ഇതിന് മണ്ട വരെ വേര് വരുന്നത് കൊണ്ട് ഇതിൻ്റെ നെടിപ്പ് പൊട്ടിച്ച് നട്ടാലും കിളിർപ്പ് വരും. അങ്ങനെ വരുന്ന തൈകൾ നമ്മൾ വേറെ നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പൂക്കളുണ്ടാവും. അത് പറഞ്ഞ പോലെ അതും കുറച്ച് പൊങ്ങിക്കഴിയുമ്പോൾ മണ്ട പൊട്ടിച്ചു കൊടുത്താൽ അതിലും ഒരുപാട് ശിഖരങ്ങൾ വരുവേ. അതും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്ന ചെടിയുടെ തണ്ടിൽ നിന്നും ഒരുപാട് ശിഖരങ്ങൾ വന്ന് നിറച്ചും പൂ ഉണ്ടാവുകയും ചെയ്യും. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെടിയുടെ എടുപ്പ് പൊട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു ഒരാഴ്ച വലിപ്പം വരുന്ന ചെടിയിൽ നിന്നായിരിക്കണം പൊട്ടിച്ചു കൊടുക്കുക. തീരെ ചെറിയ ചെടിയായിരിക്കരുത്. ഒരുവിധം പൊങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കണം പൊട്ടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിൽ പുഴുശല്യം ധാരാളമായിട്ടുണ്ടാവും. പുഴുക്കൾ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുമ്പോൾ ചെറിയ പുഴുക്കളായിരിക്കും. പിന്നെ ഇത് കയറി വന്നു കഴിഞ്ഞാൽ ഇല മൊത്തം തിന്ന് വലിയ പുഴുക്കളാകുന്ന വരെ അത് ആ ചെടിയിൽ തന്നെ പറ്റി പിടിച്ചിരിക്കും. ആ ഇല മുഴുവൻ തിന്ന് നശിപ്പിക്കും. അതുകൊണ്ട് എപ്പോഴും ചെടിയുടെ ചുവട്ടിൽ പുഴുക്കൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ അതിനെ കൊന്നുകളയാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് മെയിനായിട്ടുള്ളൊരു പുഴുശല്യമാണ് മെയിനായിട്ട് ചെണ്ടുമല്ലിക്ക് എനിക്ക് നട്ട സമയത്തുണ്ടായ ഒരു വലിയൊരു ഉപദ്രവം എന്ന് പറയുന്നത്. അത് ഞാൻ ഒരുപാട് മരുന്നുകൾ ഈ ചെടിക്ക് തളിച്ചു കൊടുത്തെങ്കിലും അതൊന്നും അതിന് ഫലവത്തായില്ല. ലാസ്റ്റ് ഞാൻ അത് വൈകുന്നേര സമയങ്ങളിലാകുമ്പോൾ ഈ ചെടികളിലേക്ക് ഇത് കയറി വരികയും പകൽ സമയമാകുമ്പോൾ ഈ ചെടികളുടെ താഴെ വേരുകളിൽ പതുങ്ങിയിരിക്കുകയാണ് ഈ പുഴുക്കളുടെ സ്വഭാവ രീതി. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെണ്ടുമല്ലിക്ക് നടത്തിയിട്ടുള്ള ശുശ്രൂഷകൾ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഒരുപാട് ചെണ്ടുമല്ലിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നവർക്ക്, അത് അധികം അറിവില്ലാത്തവർക്ക് അതിൽ കയറിയാൽ മനസ്സിലാവും. കയറി നോക്കിയാൽ നിങ്ങൾക്കും അതേപോലെ തന്നെ ചെണ്ടുമല്ലി നടാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.